നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാർ കുരുങ്ങി. മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ അച്ചുതണ്ട് നഷ്ടമായതോടുകൂടിയാണ് അജിത് കുമാറിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുരുക്കിയത്. വിജിലൻസ് SP ആയ തന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന് മുന്നിലിരുന്ന് അജിത് കുമാർ വിയർത്തത് 6 മണിക്കൂറാണ്. തനിക്ക് വേണ്ടി വിജിലൻസ് ഡയറക്ടറോട് സംസാരിക്കണമെന്ന അജിത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പോലും കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അദ്ദേഹത്തിന്റെ പ്രതിഭാധനനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അശക്തനായി. അജിത് കുമാറിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ് പല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും എന്നൊരു കീഴ്വഴക്കം ഉണ്ടാകുന്നു ഇപ്പോൾ എന്ന് വേണം പറയാൻ. അജിത് കുമാറിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ദൈവം പോലും സഹിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത്. മുഖ്യമന്ത്രി കൈവിട്ടതോടെ മതമൗലികവാദികളുടെ തലയിൽ ആരോപണങ്ങളെല്ലാം ചാരിയിരിക്കുകയാണ് അജിത് കുമാർ. മുഖ്യമന്ത്രിയെ കൂടി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് അജിത് കുമാറിന്റെ നീക്കം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ADGP MR അജിത് കുമാറിനെ 6 മണിക്കൂർ വിജിലൻസ് ചോദ്യം ചെയ്തത്. ആഡംബര വീട് നിർമ്മാണം, കള്ളക്കടത്ത്, സ്വർണം തിരിമറി, മലപ്പുറം SP വസതിയിലെ മരംമുറി ഉൾപ്പെടെയുള്ള പരാതികളിലാണ് അന്വേഷണം. 2 ആഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. വിജിലൻസ് SP KL ജോണിക്കുട്ടി, DYSP ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഒരു SPക്ക് മുന്നിൽ അജിത് കുമാർ ഇരുന്നത് തീർത്തും നിരാശനും നിരാലംബരനുമായിട്ടാണ്. PV അൻവർ നൽകിയ പരാതിയിലാണ് അന്വേഷണം. തന്റെ വാദം തെളിയിക്കുവാനുള്ള രേഖകൾ അജിത് കുമാർ കൈമാറി. അന്വേഷണ റിപ്പോർട്ട് ഡിസംബർ പകുതിയോടെ തയ്യാറാക്കും. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അജിത് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യും. പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നടന്നുകയറിയ ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. RSS നേതാക്കളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ച വിവാദം കത്തി നിൽക്കുമ്പോഴാണ് അധികൃതർ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളും ഉയർത്തുന്നത്. മലപ്പുറം മുൻ SP സുജിത് ദാസ്, മലപ്പുറത്തെ ഡാൻസ് ഓഫ് ടീം എന്നിവരും അന്വേഷണ പരിശോധനയിലുണ്ട്. കവടിയാറിൽ ആഡംബര ബംഗ്ലാവ് നിർമ്മാണം, കുറുവൻകോണത്ത് ചട്ടങ്ങൾ ലംഘിച്ച് ഫ്ളാറ്റ് വാങ്ങൽ, മലപ്പുറം SP വസതിയിലെ മരം മുറിച്ച് കടത്തുന്നതിൽ കള്ളക്കടത്ത്, സ്വർണം മുക്കി എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ. PV അൻവറിന്റെയും സാക്ഷികളുടെയും മൊഴി എടുത്ത ശേഷമായിരുന്നു ADGP MR അജിത് കുമാറിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തത്. അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുന്ന വിജിലൻസ് SP KL ജോണിക്കുട്ടി, അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷിബു പാപ്പച്ചൻ എന്നിവരാണ് അജിത് കുമാറിനെ ചോദ്യം ചെയ്തത്. പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ നീണ്ടു. തന്റെ വാദങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകളും അജിത് കുമാർ അന്വേഷണ സംഘത്തിന് കൈമാറി. ഈ മാസം പകുതിയോടെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. എന്നാൽ അന്വേഷണത്തിന്റെ പുരോഗതി എന്തെന്ന് വ്യക്തമാക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ MR അജിത് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തും. വിജിലൻസ് അന്വേഷണം ഇല്ലാതെയാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണം നടക്കാനായില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇതാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ. പണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പോലീസിലെ ഉന്നതരുമായി സംസാരിച്ചിരുന്നത്. അന്ന് അജിത് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ലിങ്ക്. എന്നാൽ അജിത് കുമാർ പുറത്തായതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലീസിൽ ചുക്കാൻ നഷ്ടമായി. P ശശി ആരോപണ വിധേയനായതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിനെ ബന്ധപ്പെടുന്നത് പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് ആണ്. ഇത് ഔദ്യോഗിക ആശയവിനിമയത്തിന് അപ്പുറം കടക്കാറില്ല. ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കാര്യമായ യാതൊരു ഇടപെടലുകളും പോലീസിൽ നടത്താൻ കഴിയുന്നില്ല. ഔദ്യോഗിക സംസാരം എന്നതിന്റെ കാര്യം മാത്രം പ്രസക്തമെന്ന് പറയേണ്ടതില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർത്താൽ തീരാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. MR അജിത് കുമാർ ഇതോടെ മുഖ്യമന്ത്രിയുമായി കലിപ്പിലായി. തന്നെ മുഖ്യമന്ത്രി സഹായിച്ചില്ല എന്ന ശക്തമായ ആക്ഷേപം അജിത് കുമാർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ M ശിവശങ്കർ അപകടത്തിലായതോടെ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അജിത്തിന്റെ കാര്യത്തിലും ആവർത്തിക്കുന്നത്. ശിവശങ്കറിൽ നിന്നും അജിത്ത് ഒരു പാഠം പഠിച്ചില്ല എന്നതാണ് ശരി. അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അബദ്ധം സംഭവിക്കില്ലായിരുന്നു. അജിത്തിനെ പിണക്കായി നിർത്തുകയാണ് പിണറായിയുടെ തന്ത്രം. അതിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു. തനിക്ക് മറ്റൊരു മാർഗവുമില്ല എന്ന് അജിത്തിനെ വിശ്വസിപ്പിച്ച ശേഷം ഊരണം. ബഹളം ഒന്നടങ്ങിയ ശേഷം അധികം വൈകാതെ കസേര തിരികെ നൽകാമെന്ന് അജിത്തിന് നൽകിയ ഉറപ്പ്, പ്രതിസന്ധി ഉണ്ടാകാതെ സംരക്ഷിക്കുമെന്ന ഉറപ്പും പിണറായി അജിത്തിന് നൽകിയിരുന്നു. എന്നാൽ ഈ വാക്കാണ് പൊളിഞ്ഞത്. തൽക്കാലം നാട്ടുകാരിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉദ്ദേശം. ഇടതുമുന്നണി യോഗത്തിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അജിത് കുമാറിന്റെ RSS ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ദർവേർ സാഹിബ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ബിനോയ് വിശ്വത്തെ പോലൊരു നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചത്. അജിത് കുമാറും RSS നേതാവും നടത്തിയ കൂടിക്കാഴ്ചയിൽ തലശ്ശേരിയിലെ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ ഉറ്റ ബന്ധുവും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത്. പാർട്ടി പ്രവർത്തകനായ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ
മുഖ്യമന്ത്രിയുടെ ബന്ധുവും അജിത് കുമാറും RSS നേതാവിനെ കണ്ടതിൽ അതെങ്ങനെ സ്വകാര്യ സന്ദർശനമാകുമെന്നാണ് ചോദ്യം. 2023 ജൂൺ 2-നാണ് സംഭവം. റാം മാധവും ADGP തമ്മിലുള്ള കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടു. ഇക്കാര്യം അന്നുതന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് മുക്കിയെന്നാണ് അൻവറിന്റെ ആരോപണം. ഇത് RSS നേതാവ് ജയകുമാർ സ്ഥിരീകരിച്ചു. ഇതിന്റെ പേരിൽ എന്തിനാണ് തന്നെ വേട്ടയാടുന്നത് എന്നാണ് അജിത്തിന്റെ ചോദ്യം. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന് MLA PV അൻവർ പറഞ്ഞു. ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ ADGP MR അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമാണെന്നും അൻവർ പറഞ്ഞു. എന്നാൽ കേസിലെ വില്ലൻ മുഖ്യമന്ത്രിയാണെന്ന് അൻവറിന് അറിയാം. ഇതെല്ലാം അൻവറിന്റെ നമ്പറാണെന്ന് പിണറായിക്ക് നന്നായി അറിയാം. ദിവസം ചെല്ലും തോറും പിണറായിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അജിത്തിനെ മാറ്റണമെന്ന് DGP ദർവേർ സാഹിബിന്റെയും ആവശ്യമാണ്. അജിത് തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന പരാതി DGPക്കുണ്ട്. ഇക്കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയെയും അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യനുമായുള്ള അജിത്തിന് ഏറെ അടുപ്പം കാരണവും സംഭവിച്ചില്ല. കേരളത്തിൽ സർക്കാരും പാർട്ടിയും സംഘപരിവാറുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രചാരണം രാഷ്ട്രീയമായി ചെറുക്കാൻ CPM നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ കേരളം നേരിടുന്നത് ചൂണ്ടിക്കാട്ടി ഇത് ചെറുക്കാൻ കഴിയണം എന്നാണ് നിർദ്ദേശം. എന്നാൽ മുഖ്യമന്ത്രി ഇതിന് തയ്യാറായിട്ടില്ല. MR അജിത് കുമാർ ആയിരിക്കണം വിജിലൻസ് റിപ്പോർട്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അജിത്തിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി കഴിയില്ല. സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിയാലോചന നടത്തിയിട്ടായിരിക്കും വിജിലൻസ് റിപ്പോർട്ട് നൽകുക. അനധികൃത സ്വത്ത് സമ്പാദനം ശരിയാണെന്ന് തെളിഞ്ഞാൽ അജിത്തിനെ സസ്പെൻഡ് ചെയ്യാം. അതിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അജിത്തിന്റെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തൃപ്തരല്ല. സസ്പെൻഷൻ ഉണ്ടായാൽ അജിത്തിന്റെ കരിയർ ഇല്ലാതെയാകും എന്നും ഇവർ വിശ്വസിക്കുന്നു. അജിത്തിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ കുറിച്ച് അറിയാമെങ്കിലും അറിയില്ല എന്ന് നടക്കുകയാണ് സർക്കാരും മുഖ്യമന്ത്രിയും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന പഴയ പല്ലവി പിണറായി ആവർത്തിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല.